നോക്കാം. 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ സോളാർ എനർജി അല്ലെങ്കിൽ സോളാർ റേഡിയേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. വളരെ വലിയൊരു ചാപ്റ്റർ ആണത്. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ വളരെ വലിയ ചാപ്റ്ററാണ്. മുഴുവൻ 9 ചാപ്റ്ററുകളാണ് 9ാം ക്ലാസ്സിലെ മുഴുവനായിട്ട് പഠിക്കാനുള്ളത്. ഇപ്പോൾ 9ാം ക്ലാസ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ വളരെ വിശാലമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത് ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ what are the various processes which are influencing the distribution of temperature in Earth. ഭൂമി, എർത്ത് ആൻഡ് ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ. ഭൂമിയും ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ ഒക്കെ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അറ്റ്മോസ്ഫിയർ വേരിയസ് ലെയേഴ്സ്, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നോക്കുക, അപ്പൊ ഇങ്ങനെ ഭൂമിയെയും ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിനെയും ഭൂമിയുടെ അന്തരീക്ഷത്തെയും ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ പ്രോസസ് വഴിയാണ് ചൂട് പിടിപ്പിക്കുന്നത്, ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, അങ്ങനെയുള്ള കുറച്ച് പ്രോസസ്സുകളുണ്ട്. ഇത് കൂടാതെ പിന്നീട് ഹീറ്റ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഹീറ്റ് ബാലൻസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പഠിക്കാനുണ്ട്. അത് കൂടാതെ അത് കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ, പ്രസിപ്പിറ്റേഷൻ, കണ്ടൻസേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ ആദ്യത്തെ ചാപ്റ്റർ പഠിക്കുക. നമ്മൾ നോക്കാൻ പോകുന്നത്, നോക്കാം എന്താണ് ഹീറ്റ് ബഡ്ജറ്റ്. എന്താണ് ഹീറ്റ് ബഡ്ജറ്റ്? 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ അബൌട്ട് ഹീറ്റ് ബഡ്ജറ്റ് ഓർ ഹീറ്റ് ബാലൻസ് ഓഫ് ദ ഹീറ്റ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ ബാലൻസ്, ഹീറ്റ് ബാലൻസ് എന്നും പറയും. ബഡ്ജറ്റ് അല്ലെങ്കിൽ ഹീറ്റ് ബാലൻസ്. ഹീറ്റ് ബാലൻസ് ഒരു ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എവിടെ ഭൂമിക്ക് earth gets heat from only heat is from solar radiation അല്ലെങ്കിൽ സൂര്യനിൽ നിന്നും ആണ് ഭൂമിക്ക് കിട്ടുക. അപ്പം താപസന്തുലനം അല്ലെങ്കിൽ ഹീറ്റ് ബഡ്ജറ്റ് എന്നാൽ താപസന്തുലനമാണ്. സന്തുലനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സൂര്യനിൽ നിന്നും വരുന്ന ചൂട് അല്ലെങ്കിൽ സൂര്യനിൽ നിന്നും വരുന്ന രശ്മികള് എങ്ങനെയാണ് ബാലൻസ്ഡ് ആയിട്ട്, ബാലൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം, ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ഒരു സന്തുലിതമായിട്ട് ഭൂമിയിൽ ഉപയോഗിക്കുകയും അത് എങ്ങനെയാണ് തിരിച്ച് സൂര്യനിലേക്ക് തന്നെ എത്തിച്ചേരുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിനാണ് ബഡ്ജറ്റ്. ഇതിനകത്ത് സൂര്യനിൽ പ്രധാനമായിട്ടും ഭൂമിയിൽ നടക്കുന്ന 2 പ്രോസസ്സുകൾ, അതായത് 2 തരത്തിൽ ഭൂമിയിൽ വരുന്നു. ഒന്നാമത്തെ പ്രോസസ്സാണ് സോളാർ ഇൻസൊലേഷൻ. അതായത് സോളാർ ഇൻസുലേഷനെ സൂര്യവികരണം അല്ലെങ്കിൽ സൗരവികരണം എന്നാണ് മലയാളത്തിൽ പറയാം. രണ്ടാമത് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ടെറസ്ട്രിയൽ റേഡിയേഷൻ ഈസ് കോൾഡ്, മലയാളത്തിൽ തന്നെ പറയും ഭൗമവികരണം. നോക്കാം, സോളാർ ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ, സോളാർ ഇൻസുലേഷൻ അല്ലെങ്കിൽ സൂര്യ അല്ലെങ്കിൽ സൗരവികരണം അല്ലെങ്കിൽ സോളാർ ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ ദ കമ്മിങ് ഓഫ് ഹീറ്റ് ഫ്രം സൺ. സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക സോളാർ ഇൻസുലേഷൻ അല്ലെങ്കിൽ സൗരവികരണം എന്ന് വിളിക്കുക. സോ ഇറ്റ് വാസ് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. അത് എന്ത് വേവ്സിലാണ്? ഷോർട്ട് വേവ്സ് അല്ലെങ്കിൽ ഹ്രസ്വതരംഗങ്ങൾ വഴിയാണ് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തിച്ചേരുക. ഷോർട്ട് വേവ്സ്, പലതരത്തിലുള്ള തരംഗങ്ങളൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിക്കും. അപ്പോൾ ഷോർട്ട് വേവ്സ് അല്ലെങ്കിൽ ഹ്രസ്വതരംഗങ്ങൾ വഴിയാണ് സോളാർ റേഡിയേഷൻ അല്ലെങ്കിൽ സോളാർ ഇൻസുലേഷൻ സൂര്യരശ്മിയിൽ എത്താം. അപ്പം സോളാർ ഇൻസുലേഷൻ, സോളാർ റേഡിയേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കമ്മിങ് ഓഫ് solar rays in the form of short waves is known as solar insolation or solar radiation. സൗരവികരണം എന്താണ്? ഹ്രസ്വതരംഗങ്ങൾ വഴി സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തിച്ചേരുന്ന വികരണത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സൗരവികരണം എന്ന് വിളിക്കാം. നോക്കാം, നെക്സ്റ്റ് വാസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ടെറസ്ട്രിയൽ റേഡിയേഷൻ അല്ലെങ്കിൽ ഭൗമവികരണം. ഭൗമവികരണം എന്ന് പറഞ്ഞാൽ ദ റിട്ടേണിംഗ് ഓഫ് സോളാർ റേസ് ഫ്രം ദ എർത്ത്. ഭൂമിയിൽ നിന്നും തിരിച്ച് സൂര്യരശ്മികള് ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ടെറസ്ട്രിയൽ റേഡിയേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ്. ഷോർട്ട് വേവ്സ് അല്ല, ദീർഘതരംഗങ്ങളാണ്. ഹ്രസ്വതരംഗങ്ങളല്ല, ദീർഘതരംഗങ്ങൾ, ലോങ് വേവ്സ് ആണ്. ഓക്കെ, ഇപ്പൊ ഷോർട്ട് വേവ്സ് അല്ല, ലോങ് വേവ്സ് ആണ്. ഇപ്പോ ടെറസ്ട്രിയൽ റേഡിയേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ് അല്ലെങ്കിൽ
ദീർഘതരംഗങ്ങളാണ്. അപ്പൊ ഈ രണ്ട് പ്രോസസ്സുകൾ പഠിച്ചു വെക്കുക. എന്താണ് സോളാർ റേഡിയേഷൻ? സൂര്യനിൽ നിന്ന് വരുന്ന അത് ഹ്രസ്വതരംഗങ്ങൾ, ഷോർട്ട് വേവ്സ്, അതിനെയാണ് നമ്മൾ സോളാർ റേഡിയേഷൻ, സോളാർ ഇൻസുലേഷൻ റേഡിയേഷൻ എന്ന് വിളിക്കുക. ഭൂമിയിൽ നിന്ന് തിരിച്ച് സൂര്യനിലേക്ക് സഞ്ചരിച്ചു പോകുന്ന സൂര്യരശ്മികൾ, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഇറ്റ് വാസ് ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ്, ദീർഘതരംഗങ്ങൾ വഴിയാണ്. നോക്കുക, ഹീറ്റ് ബഡ്ജറ്റ് എന്താണെന്ന് പറയാനാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. നോക്കുക, എന്താണ് ഹീറ്റ് ബഡ്ജറ്റ്? ഹീറ്റ് ബഡ്ജറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, heat budget is the balance between solar insolation and terrestrial radiation. Terrestrial radiation. ഇവ തമ്മിലുള്ള ബാലൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹീറ്റ് ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. Heat budget. So, what is heat budget? Heat budget is the balance between solar insolation and terrestrial radiation. സൗരവികിരണവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലിത അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? താപസന്തുലനം എന്ന് വിളിക്കുന്നത്. സോ ടെറസ്ട്രിയൽ റേഡിയേഷനെയും സോളാർ ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും തമ്മിലുള്ള ബാലൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. താപസന്തുലനം എന്താണ്? ഭൗമവികിരണവും സൗരവികിരണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്താ? താപസന്തുലനം എന്ന് വിളിക്കും. ഇനി എന്താണ് ഹീറ്റ് ബഡ്ജറ്റ്? വളരെ വിശദമായിട്ട് പഠിക്കാനില്ല. ഹീറ്റ് ബഡ്ജറ്റ് ഒരു കണക്കാണ് ഹീറ്റ് ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നോക്കാം, ഹീറ്റ് ബഡ്ജറ്റ് നോക്കാം. ഹീറ്റ് ബഡ്ജറ്റ് ഹീറ്റ് ബഡ്ജറ്റ് നോക്കാം. ദിസ് ഈസ് നോക്കാം, സൂര്യൻ ഇവിടെ ഉണ്ട്. ഇത് എർത്ത് അറ്റ്മോസ്ഫിയർ, ഇത് ഭൂമി, എർത്ത് സർഫസ്, ഭൂമിയുടെ ഉപരിതലമാണ്. ഭൂമിയുടെ ഉപരിതലമാണിത്. നോക്കാം, നമ്മൾ അസ്യൂം ചെയ്യുകയാണ് സൂര്യനിൽ നിന്നും ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിന് മുകളിൽ എത്തുന്ന സോളാർ റേ, സൂര്യരശ്മികളുടെ അളവ് 100 യൂണിറ്റ് ആണ്. എത്രയാണ്? 100 യൂണിറ്റ്, 100%. 100 യൂണിറ്റ് സൂര്യരശ്മികൾ എവിടെ എത്തിച്ചേരുന്നു? ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിന് മുകളിൽ എത്തിച്ചേരുന്നു. ഈ വരുന്ന 100 യൂണിറ്റില് ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായി ഭൂമിയുടെ അന്തരീക്ഷത്തിന് മുകളിൽ ധാരാളം ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങള്, അല്ലാത്ത വേസ്റ്റുകള്, ഗേഷ്യസ് പാർട്ടിക്കിൾസ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഇതിൽ തട്ടി 35 യൂണിറ്റ് എന്ത് ചെയ്യുന്നു? തിരിച്ചു പോകുന്നു. തിരിച്ച് ഔട്ടർ സ്പേസ് ശൂന്യാകാശത്തിലേക്ക് പോകുന്നു. 100-ലെ 35 പോയി ശൂന്യാകാശത്തിലേക്ക്. 135 പോയാൽ ബാക്കി എത്രയുണ്ട്? 65 ഉള്ളൂ. ഈ 65 യൂണിറ്റ് അറ്റ്മോസ്ഫിയറിൽ പ്രവേശിക്കുന്നു. ഈ പ്രവേശിക്കുന്ന 65 യൂണിറ്റിൽ 14 യൂണിറ്റ് അറ്റ്മോസ്ഫിയർ പിടിച്ചെടുക്കുന്നു. അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? ക്ലൗഡ്സ്, ധാരാളം പൊടിപടലങ്ങൾ, അതുപോലെ ധാരാളം മേഘങ്ങളൊക്കെ ഉണ്ട്. ഇത് എത്ര യൂണിറ്റ് പിടിച്ചെടുക്കുന്നു? 14 യൂണിറ്റ് പിടിച്ചെടുക്കുന്നു. 65-ൽ 14 പോയി ബാക്കി വരുന്ന 51 യൂണിറ്റ് ഭൂമിയുടെ ഉപരിതലത്തിൽ, നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എന്ത് ചെയ്യുന്നു? എത്തിച്ചേരുന്നു. 51 യൂണിറ്റ് ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്നു. ഈ എത്തിച്ചേരുന്ന 51 യൂണിറ്റ് ഭൂമിയെ ചൂട് പിടിപ്പിക്കുന്നു. നമ്മളൊക്കെ ഉപയോഗിക്കുന്നു. നമുക്ക് വേണ്ട ആവശ്യത്തിനായി നമുക്ക് ഹീറ്റ് വേണ്ട ഉപയോഗിക്കുന്നു. പ്ലാന്റ്സ് ഉപയോഗിക്കുന്നു, ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് വ്യത്യസ്ത തരത്തിൽ ഉപയോഗിക്കുന്നു. ഉപയോഗിച്ചതിന് ശേഷം ഈ 51 യൂണിറ്റും ഭൂമി തിരിച്ച് എന്ത് ചെയ്യുന്നു? റീറേഡിയേറ്റ് ചെയ്യുന്നു. റീറേഡിയേറ്റ് ചെയ്യുന്നത് തിരിച്ചു മുകളിലേക്ക് വിടുന്നു. അതിനാണ് നമ്മൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ നേരത്തെ പറഞ്ഞത്. ടെറസ്ട്രിയൽ റേഡിയേഷൻ ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ്, ദീർഘതരംഗങ്ങൾ തിരിച്ച് റേഡിയേറ്റ് ചെയ്യുന്നു. ഈ പോകുന്ന 51 യൂണിറ്റില് നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയറിൽ ധാരാളം ക്ലൗഡ്സ് ഒക്കെ ഉണ്ടല്ലോ. ഈ ക്ലൗഡ്സ് ഈ പോകുന്ന 51 യൂണിറ്റില് 34 യൂണിറ്റ് എന്ത് ചെയ്യുന്നു? പിടിച്ചെടുക്കുന്നു. 34 യൂണിറ്റ് എന്ത് ചെയ്യുന്നു? ക്ലൗഡ്സ് എന്ത് ചെയ്തു? പിടിച്ചെടുക്കുന്നു. 51-ന് 34 പോയാല് ബാക്കി വരുന്ന എത്രയുണ്ട്? 17 യൂണിറ്റ് ഉണ്ട്. 17 യൂണിറ്റ് തിരിച്ച് ഔട്ടർ സ്പേസിലേക്ക് എന്ത് ചെയ്യുന്നു? പോകുന്നു. ഔട്ടർ സ്പേസിലേക്ക് പോകുന്നു. ഇതിനെയാണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. ഇത്രേ ഉള്ളൂ. 100 യൂണിറ്റ് വരുന്നു. 100 യൂണിറ്റ് വന്നതിൽ നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിന് മുകളിലുള്ള പാളിയിൽ വെച്ച്, അതായത് എബോവ് ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ എർത്ത്, പാളിയിൽ വെച്ച് 35 യൂണിറ്റ് ശൂന്യാകാശം ഔട്ടർ സ്പേസിലേക്ക് പോയി. ബാക്കി വരുന്ന 65 യൂണിറ്റ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും. പ്രവേശിക്കുന്ന 65 യൂണിറ്റില്
14 യൂണിറ്റ് അന്തരീക്ഷം പിടിച്ചെടുക്കും. അന്തരീക്ഷത്തിന് ചൂട് വേണമല്ലോ, ആ അന്തരീക്ഷത്തിന് വേണ്ട ചൂട് അന്തരീക്ഷം പിടിച്ചെടുക്കും. അപ്പോൾ വ്യത്യസ്ത ലെയേഴ്സ് ഉണ്ട് അന്തരീക്ഷത്തിൽ, മേഘങ്ങളുണ്ട്, ഇതെല്ലാം പിടിച്ചെടുക്കും. ബാക്കി വരുന്ന 51 യൂണിറ്റ് ഭൂമിയിലെത്തും. ഭൂമി ചൂട് പിടിപ്പിച്ച് ഭൂമിയുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഈ 51 യൂണിറ്റും ഭൂമി എന്ത് ചെയ്യും? തിരിച്ച് റേഡിയേറ്റ് ചെയ്യും, തിരിച്ച് മുകളിലേക്ക് വിടും. വിടുന്ന 51 തിരിച്ച് മുകളിലേക്ക് സഞ്ചരിച്ചു പോകുന്ന ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഭൗമ വികിരണം വഴി മുകളിലേക്ക് പോകുന്ന 51 യൂണിറ്റിലെ 34 യൂണിറ്റ് വീണ്ടും അന്തരീക്ഷം എന്ത് ചെയ്യും? പിടിച്ചെടുക്കും. പിടിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന 51-ന് 34 പിടിച്ചെടുത്ത് ബാക്കി വരുന്ന 17 യൂണിറ്റ് തിരിച്ച് ശൂന്യാകാശത്തിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കാം, കൂട്ടി നോക്കിയാൽ 35 പ്ലസ് 14 51 34 17 ഇങ്ങനെ കൂട്ടിയാല നമുക്ക് കൂട്ടി കഴിഞ്ഞാല നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. നമുക്ക് അതായത് ഇങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് പോകുന്നതും സെയിം ആണ്. ശരി നോക്കാം, ഈ കൂട്ടി കഴിഞ്ഞാല് നമുക്ക് 35 പോയി 100-ന് 35 പോയി, ബാക്കി വരുന്ന 65-ല് 14 യൂണിറ്റ് പിടിച്ചെടുത്തു. ആര് പിടിച്ചെടുത്തു? അറ്റ്മോസ്ഫിയർ പിടിച്ചെടുത്തു. ബാക്കി 34 യൂണിറ്റ് അറ്റ്മോസ്ഫിയർ പിടിച്ചെടുത്തു. അങ്ങോട്ട് പോകുമ്പോ ബാക്കി 51 യൂണിറ്റ് ഉണ്ട് അല്ലെ, 51 യൂണിറ്റ് ഉണ്ട്. അപ്പൊ അത് കൂട്ടിയല്ല 6 86 ഉണ്ട്. നോക്കാം, ഈ 51 ഇല്ല, 17 യൂണിറ്റേ ഉള്ളൂ. നോക്കാം, 35 യൂണിറ്റ് ആദ്യമേ പോയി, അതിനുശേഷം ഇവിടെ 34 പിടിച്ചു കഴിഞ്ഞിട്ട് 17 യൂണിറ്റ് പിന്നെയും പോയി. നോക്കാം, 17 യൂണിറ്റ് പോയി. അപ്പൊ എത്ര ആയി? 52 ആയി. നോക്കാം, 52 ആയല്ലോ. അതായത് 35 യൂണിറ്റ് 100 യൂണിറ്റ് 35 യൂണിറ്റ് ആദ്യം പോയി, പിന്നീട് 17 യൂണിറ്റ് ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴി 51 യൂണിറ്റ് മുകളിൽ പോകുമ്പോൾ 34 യൂണിറ്റ് അറ്റ്മോസ്ഫിയർ പിടിച്ചെടുക്കും. ബാക്കി വരുന്ന 17 യൂണിറ്റ്, അതാണ് ഈ 17 യൂണിറ്റ് എന്ന് പറയുന്നത്. 52. ഇനി അറ്റ്മോസ്ഫിയർ എത്ര യൂണിറ്റ് പിടിച്ചെടുത്തു? സോളാർ റേഡിയേഷനിൽ നിന്ന് ഭൂമി സൂര്യനിൽ നിന്ന് വന്ന 14 യൂണിറ്റ് പിടിച്ചെടുത്തു. അതിനുശേഷം 51 യൂണിറ്റ് ഇങ്ങോട്ട് പോയപ്പോൾ അവിടുന്ന് 34 യൂണിറ്റ് പിടിച്ചെടുത്തു. അങ്ങനെ മൊത്തം എത്രയുണ്ട്? 48 യൂണിറ്റ്. അപ്പൊ ഈ 52ഉം ഈ 48 യൂണിറ്റ് അറ്റ്മോസ്ഫിയർ പിടിച്ചിരുന്ന 48 യൂണിറ്റ് അറ്റ്മോസ്ഫിയറിന്റെ ഉപയോഗം കഴിഞ്ഞ് അന്തരീക്ഷം എന്ത് ചെയ്യും? മുകളിലേക്ക് വിടും. അപ്പൊ ഈ 52 പ്ലസ് ഈ 48 ഈക്വൽ ടു 100. മനസ്സിലായോ? അപ്പൊ സോ 100 യൂണിറ്റ്സ് ആർ കമ്മിങ്, 100 യൂണിറ്റ്സ് ആർ ഗോയിങ്. 100 ഈക്വൽ ടു 100. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബാലൻസിംഗ് ഉണ്ട്. 100% വരുന്നു, 100% തന്നെ പോവുകയും ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹീറ്റ് ബഡ്ജറ്റ് എന്ന് വിളിക്കുക. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് ചോദിക്കും. നോക്കാം, ഇതിനടുത്ത് നോക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ടെമ്പറേച്ചർ. അടുത്ത ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് ടെമ്പറേച്ചറിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അന്തരീക്ഷ താപനില, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. എന്താണ് ടെമ്പറേച്ചർ എന്നൊന്നും ചോദിക്കത്തില്ല എക്സാമിന്. വാട്ട് ഈസ് ടെമ്പറേച്ചർ എന്ന് ചോദിക്കില്ല. ടെമ്പറേച്ചർ ഇസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്. ചൂടിന്റെ ഒരു അളവിനെയാണ് നമ്മൾ അന്തരീക്ഷ താപനില എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ഇറ്റ് വാസ് റെപ്രസെന്റഡ് ബൈ 2 യൂണിറ്റ്സ്, ദാറ്റ് ഈസ് ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസും അല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റ് എന്നിങ്ങനെ 2 യൂണിറ്റുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം യൂസിങ് തെർമോമീറ്റർ അല്ലെ, തെർമോമീറ്ററിന്റെ സഹായത്തോടെയാണ് ടെമ്പറേച്ചർ അളക്കുകയും ചെയ്യാം. സോ ഇവിടെ പഠിക്കാൻ പോകുന്നത് നോക്കാം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ടെമ്പറേച്ചർ. എന്തൊക്കെ ഘടകങ്ങൾ, എന്തൊക്കെ ഫാക്ടേഴ്സ്, എന്തൊക്കെ ഘടകങ്ങളാണ് ടെമ്പറേച്ചറിനെ സ്വാധീനിക്കുന്നത്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ടെമ്പറേച്ചർ. താപനിലയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 4 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ ഘടകമാണ് ലാറ്റിറ്റ്യൂഡ്. ഒന്നാമത്തെ ഘടകമാണ് ഏതാ? ലാറ്റിറ്റ്യൂഡ്. ഒന്നാമത്തെ ഘടകമാണ് ലാറ്റിറ്റ്യൂഡ്. സോ ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശം ആണ്, അക്ഷാംശ രേഖ. ലാറ്റിറ്റ്യൂഡ് മലയാളത്തിൽ പറയാം അക്ഷാംശ രേഖ. എങ്ങനെയാണ് ലാറ്റിറ്റ്യൂഡ് അഫക്ട് ചെയ്യുന്നത്? സോ ലാറ്റിറ്റ്യൂഡ് അഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലാറ്റിറ്റ്യൂഡ് അറിയാം. 0 ഡിഗ്രി ഇക്വേറ്റർ ഉണ്ട്, 23 ഡിഗ്രി നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്, 23 ഡിഗ്രി നോർത്ത് ഉണ്ട്, 66 ഡിഗ്രി നോർത്ത്, 90 ഡിഗ്രി നോർത്ത്, 66 ഡിഗ്രി സൗത്ത്, 90 ഡിഗ്രി സൗത്ത്. സോ സൺറൈസ് ഫാൾസ് വെർട്ടിക്കലി ഓവർ ദ ഇക്വേറ്റർ. ഇക്വേറ്ററിലാണ് എപ്പോഴും സൺറൈസ്, സൂര്യരശ്മികള് ഭൂമധ്യരേഖയിലാണ് എപ്പോഴും എന്ത് ചെയ്യുക? ലംബമായി പതിക്കുക. അതുകൊണ്ട് സൂര്യരശ്മികൾ എപ്പോഴും ലംബമായി പതിക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചൂട് എവിടെ അനുഭവപ്പെടുന്നു?
ഇക്വേറ്ററിൽ അനുഭവപ്പെടുന്നു. ഹൈ ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ ചൂട് എവിടെ അനുഭവപ്പെടുന്നു? ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖയിൽ അനുഭവപ്പെടുന്നു. ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ടും ഭൂമധ്യരേഖയിൽ നിന്നും തെക്കോട്ടും, ഫ്രം ഇക്വേറ്റർ ടുവേർഡ്സ് നോർത്ത് ആൻഡ് ടുവേർഡ്സ് സൗത്ത്, മുകളിലേക്കും താഴേക്കും സഞ്ചരിച്ചാൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. ഏറ്റവും കൂടുതൽ ചൂട് എവിടെ അനുഭവപ്പെടുന്നു? ഭൂമധ്യരേഖയിൽ. ഇതാണ് ഈ ലാറ്റിറ്റ്യൂഡ് അഫക്ട് ചെയ്യുന്നത്. അപ്പോൾ സൺറൈസ് ഫാൾസ് വെർട്ടിക്കലി ഓവർ ദ ഇക്വേറ്റർ, ഭൂമധ്യരേഖയ്ക്ക് ലംബമായി സൂര്യരശ്മികൾ പതിക്കുന്നു. അത് കാരണം ഏറ്റവും കൂടുതൽ ചൂട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ താപനില ഭൂമധ്യരേഖയിൽ അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ ഇക്വേറ്ററിൽ അനുഭവപ്പെടുന്നു. മനസ്സിലായോ? ഇനി ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ടും ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ടും, ഫ്രം ഇക്വേറ്റർ ടുവേർഡ്സ് നോർത്ത് ആൻഡ് ഫ്രം ഇക്വേറ്റർ ടുവേർഡ്സ് സൗത്ത്, ടെമ്പറേച്ചർ ഡിക്രീസസ്. ഭൂമധ്യരേഖയിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ആർട്ടിക്, താഴേക്ക് പോകുമ്പോൾ അന്റാർട്ടിക് ഒക്കെ ഉണ്ട്. അന്റാർട്ടിക്ക അറിയാലോ, അന്റാർട്ടിക്കയിലൊക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഭൂമധ്യരേഖയിൽ മുകളിലേക്ക് പോയാലും ഭൂമധ്യരേഖയിൽ നിന്ന് താഴേക്ക് പോയാലും താപനില എന്ത് ചെയ്യുന്നു? കുറയും. അപ്പൊ അതാണ് ഒന്നാമത്തെ ഫാക്ടർ, ലാറ്റിറ്റ്യൂഡ്. ഹൗ ലാറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസിങ് ടെമ്പറേച്ചർ. രണ്ടാമത്തെ ഫാക്ടർ നോക്കുക, വളരെ എളുപ്പമാണ്. ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരം. ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരം. സോ വെൻ ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ്, ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസസ്. വെൻ ഓൾട്ടിറ്റ്യൂഡ് ഡിക്രീസസ്, ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഉയരം കൂടുമ്പോൾ താപനില കുറയുന്നു, ഉയരം കുറയുമ്പോൾ താപനില കൂടുന്നു. When altitude increases, temperature decreases, and when altitude decreases, temperature increases. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, when altitude increases, temperature decreases and vice versa. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അതായത് ഉയരം കൂടുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നു, ഉയരം കുറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു. നിങ്ങൾക്കറിയാം, ഉയരം കൂടിയൊക്കെ ഉള്ള സ്ഥലങ്ങൾ അല്ലെ വലിയ മൗണ്ടെയിൻസിലൊക്കെ എപ്പോഴും എന്തായിരിക്കും? താപനില വളരെ കുറയും. ഹിമാലയൻ മൗണ്ടെയിൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം 5000 to 8000 മീറ്റർ ഹൈറ്റ് ഒക്കെ ഉള്ള മലകളുണ്ട്. അവിടെയൊക്കെ എപ്പോഴും എന്താണ്? സ്നോയി മൗണ്ടെയിൻസ്, സ്നോഫാൾ മൗണ്ടെയിൻസ്, അങ്ങനെ അബോർഡ് ഓഫ് സ്നോ ആണ്, എപ്പോഴും മഞ്ഞ് മൂടി കിടക്കുക. സോ ലാറ്റിറ്റ്യൂഡ്, അതാണ് ആൾട്ടിറ്റ്യൂഡ്, ഉയരം. വളരെ എളുപ്പമാണ്. ഉയരം കൂടുമ്പോൾ താപനില കുറയുന്നു, ഉയരം കുറയുമ്പോൾ താപനില കൂടുന്നു. മൂന്നാമത്തെ ഫാക്ടർ നോക്കാം, വിൻഡ്. കാറ്റാണ്. വിൻഡ് തന്നെ നോക്കാം, രണ്ട് തരത്തിലുള്ള വിൻഡ് ഉണ്ട്, അത്രേ ഉള്ളൂ പഠിക്കാൻ. ഒന്നാമത്തെ വിൻഡാണ് കോൾഡ് വിൻഡ്, രണ്ടാമത്തെ വിൻഡ് വാം വിൻഡ്. ഉഷ്ണക്കാറ്റും ഉണ്ട്, ശീതക്കാറ്റും ഉണ്ട്. കോൾഡ് വിൻഡിനെ മലയാളത്തിൽ ശീതക്കാറ്റെന്നും വാം വിൻഡിനെ മലയാളത്തില് ഉഷ്ണക്കാറ്റെന്നും പറയും. അത് വാം വിൻഡ് വീശുന്ന സ്ഥലങ്ങളിൽ, when warm wind blows, temperature increases. When cold wind blows, temperature decreases. ചൂട് കാറ്റാണ് വീശുന്നതെങ്കിൽ, ഉഷ്ണക്കാറ്റാണ് വീശുന്നതെങ്കിൽ താപനില കൂടും. അതേസമയം ശീതക്കാറ്റ്, കോൾഡ് വിൻഡ് ആണ് വീശുന്നതെങ്കിൽ താപനില എന്ത് ചെയ്യും? കുറയും. When cold wind blows over a region, temperature decreases, and oppositely, when warm wind blows over a region, temperature increases. അപ്പൊ അതാണ് വിൻഡിന്റെ കാര്യത്തില് വാം വിൻഡും കോൾഡ് വിൻഡും, ശീതക്കാറ്റും ഉഷ്ണക്കാറ്റും. നാലാമത്തെ ഫാക്ടർ ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, വിൻഡ് കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ഫ്രം ദ സീ. നാലാമത്തെ ഫാക്ടർ ആണ് ഡിസ്റ്റൻസ് ഫ്രം ദ സീ. കടലിൽ നിന്നുള്ള ദൂരം. ഡിസ്റ്റൻസ് ഫ്രം ദ സീ, കടലിൽ നിന്നുള്ള ദൂരം. അത് വളരെ എളുപ്പമാണ്. കടലിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും, അല്ലെങ്കിൽ മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും, താപനില കുറവായിരിക്കും. കടലിൽ നിന്ന് ദൂരെയുള്ള പ്രദേശങ്ങളിൽ വളരെ ചൂട് കൂടുതലായിരിക്കും. When distance from the sea increases, the temperature increases. And when distance from the sea decreases, temperature, like when regions which are close to the sea, temperature is very moderate. അതായത് കടലിന് അടുത്ത് കിടക്കുന്ന, സമുദ്രത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താപനില കുറവും, സമുദ്രത്തിൽ നിന്നും ദൂരെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താപനില വളരെ കൂടുതലും ആയിരിക്കും. നിങ്ങൾക്ക് നോക്കി അറിയാം, സമുദ്രം ഇല്ലാത്ത സ്ഥലങ്ങളിൽ, ഉള്ളിലൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഉള്ളിലേക്കുള്ള സ്ഥലങ്ങൾ, പാലക്കാട് ജില്ലയില് കടലില്ല. അപ്പം പാലക്കാട് ജില്ലയിലൊക്കെ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ അതായത് കടലില്ലാത്ത സ്ഥലങ്ങളിൽ ചൂട് കൂടുതലായിരിക്കും. ഡിസ്റ്റൻസ് ഫ്രം ദ സീ. ഇപ്പൊ 4 ഫാക്ടേഴ്സ്. There are 4 factors influencing temperature. They are latitude, altitude, wind, distance from the sea. അക്ഷാംശ രേഖയുണ്ട്, ഉയരം, കാറ്റ്, സമുദ്രത്തിൽ നിന്നുള്ള അകലം. ഈ 4 ഫാക്ടേഴ്സ് ആണ് ടെമ്പറേച്ചറിനെ അഫക്ട് ചെയ്യുന്നത്. സോ ചോദിക്കും, what are the factors influencing temperature? 1 ആൾട്ടിറ്റ്യൂഡ്, 2 വിൻഡ്, 3 ലാറ്റിറ്റ്യൂഡ്, 4 ഡിസ്റ്റൻസ് ഫ്രം ദ സീ. അക്ഷാംശ രേഖ, ഉയരം,
സമുദ്രത്തിൽ നിന്നുള്ള അകലം കാറ്റ്.